ഹലോ, ഗുഡ് ഈവനിങ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഈ വന്യജീവി ആക്രമണം പിന്നെയും വാർത്തയാകുന്നു. പാലക്കാട്ട് കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചു എന്നുള്ള വാർത്ത പിന്നെയും വരുന്നതാണ്. എന്താണ് ഈ മനുഷ്യർക്ക് ഈ കാട്ടാന വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ഒരു മോചനമുണ്ടാവുക? പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രൈം ടൈം ആരംഭിക്കുന്നു. സംസ്ഥാനത്തെ കാട്ടാനാക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. പാലക്കാട് എടത്തനാട്ടുകരയിൽ ടാപ്പിംഗ് തൊഴിലാളിയായ ഉമർ വാൽപ്പറമ്പനാണ് മരിച്ചത്. ഈ പ്രദേശത്ത് വന്യമൃഗ ശല്യം രൂക്ഷമെന്ന് പരാതി നൽകിയിട്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് നാട്ടുകാർ പരാതി പറയുന്നത്. പാലക്കാട് നിന്ന് ശ്രീകുമാരൻ തത്സമയം ചേരുകയാണ്. ശ്രീജിത്തെ, വളരെ സങ്കടകരമായൊരു വാർത്തയാണല്ലോ എടത്തനാട്ടുകരയിൽ നിന്ന് വരുന്നത്. വിവരങ്ങൾ? തീർച്ചയായും എസ്കെയും സങ്കടകരമായ വാർത്ത തന്നെയാണ് എടത്തനാട്ടുകരയിൽ നിന്ന് ഈ ഒരു ഘട്ടത്തിൽ വരുന്നത്. ഈ ഉമർ രാവിലെ ടാപ്പിങ്ങിന് പോയതാണ്. ഈ മേഖലയിൽ ടാപ്പിംഗ് തൊഴിലാളി കൂടിയാണ്. ഈ പ്രദേശം വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന മേഖലയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്നാൽ ഈ ഉപ്പുകുളത്ത് നിന്ന് രാവിലെ ടാപ്പിങ്ങിന് പോയ ഇദ്ദേഹം പലപ്പോഴും വൈകിയാണ് തിരിച്ചെത്താറുള്ളത്. അതുകൊണ്ട് ഉച്ചവരെ ഒന്നും തന്നെ ആരും അദ്ദേഹത്തെ പിന്നീട് ഫോണിൽ വിളിക്കാനൊന്നും ശ്രമിച്ചില്ല. പക്ഷേ അതിനുശേഷം ഫോണിൽ വിളിച്ചിട്ടും അദ്ദേഹത്തെ കിട്ടാതെ വന്നതോടുകൂടി പിന്നീട് നാട്ടുകാരും ബന്ധുക്കളും കൂടി തിരഞ്ഞിറങ്ങുകയായിരുന്നു. ഈ തിരഞ്ഞിറങ്ങിയപ്പോഴാണ് ഈ ഒരു ഘട്ടത്തിൽ മൃതദേഹം കണ്ടത്. വൈകിട്ടോടുകൂടിയാണ് മൃതദേഹം ആ പ്രദേശത്ത് കണ്ടത്. കാട്ടാന എടുത്ത് തുമ്പിക്കൈ കൊണ്ട് ചുഴറ്റി എറിഞ്ഞതായിരിക്കാം എന്നാണ് പറയുന്നത്. മുഖത്തും തലയിലും കാര്യമായ രീതിയിലുള്ള പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. എന്തായാലും മൃതദേഹം ഇപ്പോൾ ഉപ്പുകുളത്ത് നിന്ന് താഴെ ഇറക്കി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. വനംവകുപ്പ് റേഞ്ചർ അടക്കമുള്ള ആളുകൾ ആ പ്രദേശത്ത് പോയി ഇത് വന്യജീവി ആക്രമണം അല്ലെങ്കിൽ കാട്ടാന ആക്രമണം തന്നെയാണെന്ന് സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട്. ഇവർക്ക് വേണ്ട നഷ്ടപരിഹാരം അടക്കമുള്ള തുക ഉടൻ കൈമാറുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നുമല്ല കാര്യം. ഈ മേഖലയിൽ സ്ഥിരമായി കാട്ടാന ശല്യമുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. റബ്ബർ എസ്റ്റേറ്റുകൾ. ശ്രീകുമാരനാണ് പാലക്കാട് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പാലക്കാട് എടത്തനാട്ടുകരയിലുണ്ടായ സംഭവം, ടാപ്പിംഗ് തൊഴിലാളി ഉമർ വാൽപ്പറമ്പൻ മരിച്ച സംഭവം, ഈ വന്യമൃഗ ശല്യം, അതിൻ്റെ സംഭവം എങ്ങനെ കുറയ്ക്കും എന്ന് അറിയാൻ കഴിയാതെ സർക്കാരും ഒക്കെ വഴിമുട്ടി നിൽക്കുന്ന സമയത്താണ് പിന്നെയും ഒരു മരണം കൂടി കേരളത്തിൽ സംഭവിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ശ്രീജിത്ത് കൂടുതൽ വിവരങ്ങൾ നൽകും. ശ്രീജിത്തെ, ശരിക്കും യഥാർത്ഥത്തിൽ ഈ നാട്ടുകാരുടെ ഒരു പരാതി ഉണ്ടല്ലോ, ഇവിടെ ഈ അതിരൂക്ഷമായ വന്യമൃഗ ശല്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല, വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ അവഗണിച്ചു എന്നുള്ള പരാതി ഉണ്ടല്ലോ. ആ പരാതിയിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? തീർച്ചയായും എസ്കെൻ, അല്പസമയം മുൻപ് അവിടുത്തെ പഞ്ചായത്ത് അംഗം നമ്മോട് തന്നെ 24 തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. അദ്ദേഹത്തിന്റെ ഒരു ടെലിഫോൺ പ്രതികരണത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു. നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്, അത് കാട്ടാന മാത്രമല്ല മറ്റു വന്യമൃഗങ്ങളുടെ അടക്കം സാന്നിധ്യം ആ മേഖലയിലുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരാതി പറയുന്ന സമയത്ത് ആ മേഖലയിലെത്തും, പരിശോധിക്കും, തിരികെ പോകുമെന്ന് അല്ലാതെ മറ്റു കാര്യങ്ങളിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഇത്തരത്തിലുള്ള കാട്ടാനകളെയോ അല്ലെങ്കിൽ മറ്റു വന്യമൃഗങ്ങളെയോ തുരത്താൻ ആവശ്യമായ ഒരു നടപടിയിലേക്കും കടക്കുന്നില്ല എന്നൊരു ആക്ഷേപമാണ് അവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഉമറിന്റെ മൃതദേഹം ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെ ആയിരിക്കും ബന്ധുക്കൾക്ക് വിട്ട് നൽകുക. എന്തായാലും എടത്തനാട്ടുകരയിൽ നിന്ന് ഇത്തരമൊരു സങ്കടകരമായ വാർത്ത വന്നിട്ട് പോലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ണു തുറക്കുന്നില്ല, ആ മേഖലയിൽ കാര്യമായ രീതിയിലുള്ള പരിശോധന ഇതുവരെ നടത്തുന്നില്ല എന്നൊരു ആക്ഷേപം നാട്ടുകാർക്കുണ്ട്. അത് പഞ്ചായത്ത് നമ്മുടെ പുതുതായി വന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഇത് എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത് എന്നുകൂടി പറയാമോ? തീർച്ചയായും എസ്കെൻ, രാവിലെ ടാപ്പിങ്ങിന് പോയതാണ് ഈ ഉമ്മർ. രാവിലെ ടാപ്പിങ്ങിന് പോയി അദ്ദേഹം സാധാരണ തിരിച്ചെത്തുന്ന സമയത്തും തിരിച്ചെത്തിയില്ല. സാധാരണ കുറച്ച് വൈകിയൊക്കെയാണ് തിരിച്ചെത്താറുള്ളത്. അതുകൊണ്ട് തന്നെ വീട്ടുകാരും നാട്ടുകാരും സംശയം അവർക്ക് തോന്നിയില്ല. പക്ഷേ അതിനുശേഷം പിന്നീട് ഇത്തരത്തിൽ പരിശോധനകൾ നടത്തിയപ്പോഴാണ്, ഫോണിൽ വിളിച്ച് അദ്ദേഹത്തെ ലഭിച്ചില്ല, അപ്പോഴാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു പരിശോധന മേഖലയിൽ നടത്താൻ, ഈ റബ്ബർ ടാപ്പിങ്ങിന് പോയ ആ തോട്ടത്തിന്റെ മേഖലയിൽ നടത്താൻ അവർ ശ്രമം ആരംഭിച്ചത്. വൈകിട്ടോടുകൂടി ഉമ്മറിനെ കാട്ടാന വലിച്ചെറിഞ്ഞ നിലയിൽ കാണപ്പെടുകയായിരുന്നു. മുഖത്തും അതുപോലെ തന്നെ തലയ്ക്കുമൊക്കെ കാര്യമായ രീതിയിലുള്ള പരുക്ക് ഏറ്റിട്ടുണ്ട്. നമുക്ക് ആ ചിത്രത്തിൽ നമുക്ക് വ്യക്തമാകുന്നത് പുറംതിരിഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയാണ് ശരീരത്തിൽ ഉള്ളത്. എന്തായാലും കാട്ടാനയുടെ ആക്രമണത്തിന്റെ കൃത്യമായ രീതിയിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ നാട്ടുകാർ അത് കാട്ടാനാക്രമണമാണെന്ന് പറഞ്ഞു. നമ്മൾ കാട്ടാനാക്രമണം ആണെന്ന് സംശയമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. കാരണം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇക്കാര്യം സ്ഥിരീകരിക്കണം. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മേഖലയിലേക്ക് ഒരു ഓഫ് റോഡ് ജീപ്പിലടക്കം അങ്ങോട്ട് പോകേണ്ടതുണ്ട്. അല്ലാതെ സാധാരണ രീതിയിൽ വാഹനത്തിൽ, കാറിലോ മറ്റോ അങ്ങോട്ട് എത്താൻ കഴിയില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവരുടെ ഓഫ് റോഡ് വാഹനത്തിലാണ് അങ്ങോട്ട് പോയത്. എന്തായാലും ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുന്നു അത് കാട്ടാന ആക്രമണം തന്നെയാണെന്ന്. എന്തായാലും മൃതദേഹം ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കും. എസ് കെ
ശ്രീജിത്തെ ഒരു സെക്കൻഡ്. ഇപ്പോൾ അലനല്ലൂരിലെ പഞ്ചായത്ത് മെമ്പർ ബഷീർ പടകുണ്ടിൽ നമുക്കൊപ്പം ചേരുന്നു. ബഷീർ നമസ്കാരം. ബഷീർ, താങ്കളുടെ വാർഡിലാണോ ഈ സംഭവം? എന്താണ് പടകുണ്ടിൽ ഇതിനകത്ത് നമുക്ക് പറയാനുള്ള വിവരം? നമ്മുടെ ഈ പ്രദേശത്ത് പല തവണകളായി വന്യമൃഗങ്ങളുടെ ശല്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ്. നമ്മുടെ അലനല്ലൂർ പഞ്ചായത്തിലെ ഉപ്പുകുളം 2-ാം വാർഡിലാണ് ഇത് സംഭവം നടന്നിട്ടുള്ളത്. സൈലന്റ് വാലിയുടെ അതിർത്തിയിൽ വരുന്ന പ്രദേശമാണ്. ഇവിടെ ഇന്ന് രാവിലെ ഒരു 8 മണിയോടുകൂടി ടാപ്പിങ്ങിന് പോണ ആളാണ് ഇയാൾ പല മലയിലേക്ക് കയറിപ്പോയ സമയത്ത് അവിടെ നിന്ന് ഒരു 3 മണിയോടുകൂടി ആളെ കാണാതെ തെരച്ചിൽ നടത്തിയ സമയത്താണ് ആളെ ബോഡി ഒരു 5 മണി വനത്തിലേക്ക് ഇദ്ദേഹം പോകുന്നത് കണ്ടിരുന്നോ? അയാളെ രാവിലെ കയറി പോണത് പല ആളുകളും കണ്ടിട്ടുണ്ട്. സ്ഥിരമായിട്ട് പോകുന്ന ആളാണ്. അല്ലെ, ശരിക്കും സംഭവിച്ചത് ഈ ടാപ്പിംഗ് സ്ഥലത്ത് വെച്ചാണോ അതോ വേറെ ഏതെങ്കിലും ഭാഗത്ത് വെച്ച്? ഇല്ല, ടാപ്പിംഗ് ചെയ്യുന്ന സ്ഥലത്തേക്ക് അയാളെ അവിടേക്ക് എത്തുന്ന സമയത്താണ് സംഭവിച്ചത്. അയാളെ ഫ്ലോട്ടിലേക്ക് കടന്നിട്ടുണ്ട്. അല്ല, ഈ നടന്നു പോകുന്ന വഴി കാടാണോ അതോ കാടില്ല. അവിടെ അതിന്റെ ഒരു കിലോമീറ്റർ താഴത്താണ് നമ്മുടെ ഫോറസ്റ്റ് വരുന്നത്. ഫോറസ്റ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പ്രൈവറ്റ് ഭൂമികളാണ് അവിടെ ഉള്ളത്. അപ്പൊ ഈ ഫോറസ്റ്റ് വഴി ഇയാൾ നടന്നു പോകുമ്പോഴാണോ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്? അല്ല, അയാളെ ഫ്ലോട്ടിൽ വെച്ചിട്ടാണ്. അയാൾ ടാപ്പിംഗ് ചെയ്യുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത്. അയാളെ അവിടെ എത്തി. അവിടെ അയാളെ കയ്യിലുണ്ടായിരുന്ന ബാഗും സാധനങ്ങളൊക്കെ അയാളെ കയ്യിൽ തന്നെ ഉണ്ട്. ആ എത്തിയ സമയത്താണ് മുന്നിലേക്ക് ഓടി വന്നിട്ടാണ് ആക്രമിച്ചിട്ടുള്ളത്. 3 മണിക്ക് ശേഷമാണോ ഇദ്ദേഹത്തിനെ കാണാതായത്? അതെ, രാവിലെ പോയി ഒരു 3 മണിക്ക് ശേഷം ഫോൺ അടിച്ചിട്ട് ഫോണൊന്നും റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. ആ സമയത്ത് തെരഞ്ഞു പോയ സമയത്താണ് കാണാൻ പറ്റിയത്. ഓക്കെ, ഈ ടാപ്പിങ്ങിന് വേറെ ആരും അടുത്തെങ്കിലും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ? ഇല്ല. ഇന്ന് മഴ കാരണം ആരും കയറി പോയിട്ടില്ല. ഇയാൾ തന്നെ ഒരു 8 മണിക്ക് ചെന്നാൽ 10 മണിക്ക് ടാപ്പ് ചെയ്യാൻ സമയം നോക്കിയിട്ടുള്ള ചെയ്യാറ്. തെളിവ് കിട്ടുന്ന സമയത്ത് ചെയ്യുന്ന സംഭവമാണത്. എപ്പോഴാണ് ഇത് കാട്ടാനാക്രമണം കൊണ്ട് മരിച്ചതാണെന്ന് മനസ്സിലായത്? അത് ചെന്ന സമയത്ത് തന്നെ ഇവര് തെരഞ്ഞു ചെല്ലുന്ന സമയത്ത് തന്നെ ആന തൊട്ട് മുകളിലുണ്ടായിരുന്നു. ശബ്ദം കേട്ട് അവര് തെരഞ്ഞു പോയ ആളുകൾ അവിടെ നിന്നതിന് ശേഷം പടക്കൊക്കെ പൊട്ടിച്ചതിന് ശേഷമാണ് ആളുകൾ അടുത്തേക്ക് ചെന്നതും. അപ്പോഴാണ് തൊട്ട് മുകളിൽ നിന്നും ആന എടുത്ത് എറിഞ്ഞതായിട്ടാണ്. ചെരുപ്പ് കുറച്ച് മുകളിലായിട്ടും അദ്ദേഹം ഓടിയിട്ടുണ്ട്. കുറച്ച് ഓടിയ സമയത്ത് പിടിച്ച് എറിഞ്ഞതാണെന്നാണ്. തലക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. ഓക്കെ. കാരണം ഏകദേശം എത്ര മണിക്ക് മരണം സംഭവിച്ചു എന്നാണ് ഇപ്പോൾ നമ്മൾ കണക്കൂട്ടുന്നത്? നമ്മൾ 5 മണിക്കാണ് ബോഡി കാണുന്നത്. തൊട്ട് ഒരു 4 ദിവസം കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസത്തിൽ ഇവിടെ ആന നമ്മുടെ പ്രദേശത്ത് ജനവാസ മേഖലയിലെ വീടുകളുടെ ഇടയിലൂടെ പോയി. അങ്ങനെ പല പ്രശ്നങ്ങളും ഇവിടെ ഈ വന്യജീവിയുടെ ആക്രമണം പല തവണയായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വെള്ളിയാഴ്ച ഇവിടെ തമ്പടിച്ച ആനയെ 2 ആനകളെ അന്ന് വൈകുന്നേരമാണ് തുരത്തി വിട്ടത്. അന്ന് 2 ആനകളിലൂടെ ഒരു റോഡിലൂടെ ഇറങ്ങി തലനാരിയേക്ക് പല ആളുകളും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് അവിടുത്തെ കർഷകർ പറയുന്ന ഒരു ഒറ്റ കൊമ്പൻ ആന അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതാണ് ഈ ആക്രമിക്കുന്നത് എന്നാണ്. ഇവര് പല ആളുകളും ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നത് തലനാരികച്ചാണെന്ന് ഇന്നിപ്പോ ഈ പ്രശ്നം നടന്നിട്ട് അവിടെ കർഷകർ ഇത് പറയുന്നുണ്ട്. ഈ പരാതി ഉണ്ടല്ലോ, ഇത് വനംവകുപ്പിനോടൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഭാഗത്ത് നടപടിയൊന്നും ഉണ്ടായില്ല എന്ന്. പല തവണ വനംവകുപ്പിന് ഇത് പറഞ്ഞതാണ്. ഇത് ഫെൻസിങ് ചെയ്യുന്ന സംവിധാനം ചെയ്യുന്നുണ്ടെന്ന് ഇവർ പറയുന്നതല്ലാതെ അത് ഇതുവരെ ചെയ്തിട്ടില്ല. ജനവാസ മേഖലയിലേക്ക് പല തവണകളായി ഈ ആന ഇറങ്ങി വരുന്നതും ഒരു 8 വർഷങ്ങൾക്ക് മുമ്പ് മുസ്തഫ എന്ന് പറഞ്ഞ ഒരാളെ ആന ആക്രമിച്ചു കൊന്ന പ്രദേശമാണിത്. അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് കടുവയുടെ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളികൾക്ക് പരിക്ക് പറ്റിയതും ഇവിടെ വെച്ച് തന്നെയാണ്. അത് 3 വർഷം മുമ്പാണ് ഇത് സംഭവിച്ചത്. അപ്പൊ എന്താണ് അവിടുത്തെ ജനങ്ങൾ, ഇപ്പൊ അലനല്ലൂരിലെ ജനങ്ങൾ എന്താ ആവശ്യപ്പെടുന്നു? ഇപ്പോ അവർക്ക് സംരക്ഷണമാണ്. ജനങ്ങൾക്ക് മൃഗങ്ങളെ നാട്ടിലേക്ക് ഇറങ്ങി വരാതെ സംരക്ഷിക്കുന്ന വിധത്തിൽ ഫെൻസിങ് ചെയ്തുകൊണ്ട് ഇതിനു വേണ്ട കാര്യങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഈ സംഭവം നടക്കുന്ന സമയത്ത് ഉപ്പുകുളം ഇവിടെ അവരുടെ ഒരു ഓഫീസുണ്ട്. ആ ഓഫീസിൽ അവരെ ഒരു സ്റ്റാഫ് പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ സ്റ്റാഫ് പോലും. ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ഞാൻ ചെന്നിട്ട് ഇവിടെ ആനയുടെ ആക്രമണത്തിൽ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു സ്റ്റാഫ് പോലും ഉണ്ടായിരുന്നില്ല. അതാണ് ജനങ്ങൾക്ക് ഏറ്റവും വലിയ പ്രതിഷേധം. കാരണം ഇത്രയും വലിയ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന വന്യജീവികൾ എന്നും ഭയങ്കര പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഈ പ്രദേശത്ത് ഇതുവരെ അതിനു വേണ്ട ഒരു നടപടിയോ അതിനു പറ്റിയ ഉദ്യോഗസ്ഥന്മാരോ അതിനു പറ്റിയ RRT ടീമോ ഇവരാരും ഇവിടെ ഇല്ല. ഈ RRTക്ക് ഇതിന് മുകളിലേക്ക് കയറി പോകണം. ഇതിനെ ഫോറസ്റ്റിലൂടെ അവരുടെ വണ്ടി കയറില്ല. പലതവണ പല പ്രശ്നങ്ങളാണ് അവർ പറയുന്നത്. ആന വരുന്ന സമയത്ത് RRT മണ്ണാർക്കാട്ടിൽ നിന്ന് വന്നിട്ട് വേണം. റേഞ്ചർ മണ്ണാർക്കാട്ടിൽ നിന്ന് എത്തിയതിനു ശേഷമാണ് മുകളിലേക്ക് ഇവരുടെ സ്റ്റാഫുകളടക്കം കയറിപ്പോയത്. അതിൽ ജനങ്ങൾക്ക് ഭയങ്കര പ്രതിഷേധമുണ്ട്. ഇവിടെ ആന വരുന്നത് നോക്കുന്ന ആളുകളില്ല OP ആണത്. അവിടെ
ഇതുവരെ ആ സമയത്ത് ഒരു മണിക്കൂറായിട്ട് പോലും അവിടേക്ക് ആളുകൾ കയറി ചെല്ലാത്തൊരു പ്രശ്നം ജനങ്ങൾക്ക് നല്ലവണ്ണം ഉണ്ട്. അതിൽ നമ്മളൊക്കെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് അവരെ. അതിനുവേണ്ട നടപടി എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. DFO ഇവിടെ വൈൽഡ് ലൈഫ് വാർഡൻ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു, റേഞ്ചർ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബോഡി പാലക്കാട്ടേക്ക് ആംബുലൻസിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ ബഷീർ, വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് ബഷീർ വിശദമായി പറഞ്ഞത്. ഈ അലനല്ലൂരിലെ വാർഡ് പഞ്ചായത്ത് മെമ്പറാണ് ബഷീർ പടകുണ്ടിലാണ് ഇതുവരെ സംസാരിച്ചത്. എന്തായാലും ഈ കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി അലനല്ലൂരിൽ പൊലിഞ്ഞു എന്നുള്ള സങ്കടകരമായ വാർത്തയാണ് ഈ സമയം വരുന്നത്. കാരണം ഒരുപാട് സമയം ഇത്തരം കാട്ടാന ആക്രമണം ഉള്ള സ്ഥലമാണെന്ന് അവർ വനംവകുപ്പിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും വനംവകുപ്പ് നടപടി എടുത്തില്ല എന്ന പരാതിയും അവർക്കുണ്ട്. മാത്രമല്ല ആശുപത്രിയിൽ നല്ല സേവനം കിട്ടിയില്ല എന്ന പരാതി കൂടി ബഷീർ പറയുന്നു. ഇതെല്ലാം വനംവകുപ്പ് കേൾക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നടപടി എടുക്കട്ടെ, അല്ലാതെ എന്താ ചെയ്യുക. മറ്റൊരു വാർത്തയിലേക്ക്. ശബരിമല ദർശനം കഴിഞ്ഞ് മലയിറങ്ങിയ സ്ത്രീ ഷോക്കേറ്റ് മരിച്ചു. തെലങ്കാന മഹബൂബ് നഗർ ഗോപാൽപേട്ട മണ്ഡലം സ്വദേശി ഭരതമ്മയാണ് മരിച്ചത്. പമ്പയിൽ വെച്ചായിരുന്നു അപകടം ഉണ്ടായത്. കുടിവെള്ളത്തിനായി സജ്ജീകരിച്ചിരുന്ന വാട്ടർ കിയോസ്കിൽ നിന്ന് ഷോക്കേറ്റതാണ് എന്നാണ് ഇത് ലഭിക്കുന്ന വിവരം. AV ജയശങ്കർ ചേരുന്ന വിവരങ്ങളുമായി. ജയശങ്കർ, വിശദാംശങ്ങൾ. അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ ഒരു അപകടം നടന്നത്. തീർത്ഥാടകർക്ക് പാതയിൽ വെള്ളം കുടിക്കുന്നതിന് വേണ്ടി വെച്ച വാട്ടർ കിയോസ്കിൽ നിന്ന് ഷോക്കേറ്റാണ് തെലങ്കാന മെഹബൂബ് നഗർ സ്വദേശിനി ഭരതമ്മ മരണപ്പെട്ടതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ദർശനം കഴിഞ്ഞ് ഇറങ്ങുന്ന വഴി പമ്പയ്ക്കടുത്ത് വെച്ചായിരുന്നു ഇത്തരത്തിൽ അപകടം സംഭവിച്ചത്. പമ്പ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഈ ദേവസ്വം ബോർഡ് ഒരു ഇരുമ്പ് പൈപ്പ് പോസ്റ്റ് കിയോസ്കിനടുത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് വൈദ്യുതി പ്രവാഹം ഈ വാട്ടർ കിയോസ്കിലേക്ക് എത്തിയതെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. എന്തായാലും പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒപ്പമുണ്ടായിരുന്ന ആളുകളുടെ ഉൾപ്പെടെ മൊഴി പോലീസ് നിലവിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഈ നടപടികൾ പൂർത്തീകരിച്ച ശേഷമായിരിക്കും കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് എന്തായാലും കടക്കുക. ഗുരുതരമായൊരു സുരക്ഷാ വീഴ്ചയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. കാരണം ആയിരക്കണക്കിന് തീർത്ഥാടകർ എത്തുന്ന സ്ഥലമാണ്. ഈ വാട്ടർ കിയോസ്കിൽ നിന്ന് നിരവധി ആളുകൾ വെള്ളം കുടിക്കുന്നതുമാണ്. ഈ കിയോസ്കിലേക്കാണ് വൈദ്യുതി പ്രവാഹം ഉണ്ടായി ഒരാൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും 40 പേരടങ്ങുന്ന സംഘമായാണ് ഇവർ ശബരിമല ദർശനത്തിനെത്തിയത്. ആ സംഘം ദർശനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് ഭരതമ്മയ്ക്ക് ഇത്തരത്തിൽ ഷോക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. എന്തായാലും പോലീസ് മേൽ നടപടികൾ നിലവിൽ സ്വീകരിച്ച് വരികയാണ്. സുരക്ഷാ വീഴ്ച എന്നൊരു പ്രശ്നം, ഇതിൽ ഗുരുതര സുരക്ഷാ വീഴ്ച എന്നൊരു പ്രശ്നമുണ്ട്. എന്തായാലും പോലീസ് അക്കാര്യത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഏതെങ്കിലും തരത്തിൽ ഈ ദേവസ്വം ബോർഡ് സ്ഥാപിച്ചിട്ടുള്ള ഇരുമ്പ് പൈപ്പിൽ നിന്ന് എങ്ങനെ ഇതിലേക്ക് വാട്ടർ കിയോസ്കിലേക്ക് വൈദ്യുത പ്രവാഹം ഉണ്ടായ കാര്യത്തിൽ ഉൾപ്പെടെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഉൾപ്പെടെ കടക്കേണ്ടി വരുമെന്നതിൽ സംശയമില്ല. എന്തായാലും പമ്പ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട മേൽ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. മൊഴി രേഖപ്പെടുത്തിയ ശേഷം FIR ഉൾപ്പെടെ എടുക്കുമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. SKN. ഓക്കെ, ശരിക്കും ഇത് ദേവസ്വം ബോർഡ് സ്ഥാപിച്ച കിയോസ്കാണോ? എന്താണ് വിവരം? കാര്യം നമ്മളിപ്പോൾ ദേവസ്വം ബോർഡ് മന്ത്രി VN വാസവനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഈ കാര്യം അന്വേഷിച്ചിട്ട് വിവരം ലഭിച്ച ശേഷം പ്രതികരിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ കിയോസ്ക് കൊണ്ടുവന്നത് ആരാണ്? ദേവസ്വം ബോർഡാണോ? അതായത് ദേവസ്വം ബോർഡ് ഈ ഷെഡുകളിലേക്കും മറ്റും വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ടി ഇരുമ്പ് പോസ്റ്റുകൾ പലയിടങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ട്. ഈ വാട്ടർ കിയോസ്കിന്റെ അടുത്തും ഇത്തരത്തിൽ ഇരുമ്പ് പൈപ്പ് ഉണ്ടായിരുന്നു. ഈ പൈപ്പിൽ നിന്ന് വൈദ്യുതി പ്രവാഹം എത്തിയതെന്നാണ് പ്രാഥമികമായി അവിടെ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പോലീസും അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് നൽകുന്നത്. ഈ അപകടം നടക്കുന്ന സമയത്ത് വലിയ തോതിൽ മഴ ഉൾപ്പെടെ പെയ്തിരുന്നു. ആ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ വൈദ്യുതി ഷോർട്ടായി വാട്ടർ കിയോസ്കിലേക്ക് പ്രവഹിച്ചു എന്നാണ് പ്രാഥമികമായി പറയുന്നത്. ഇത്തരത്തിൽ ഈ ദേവസ്വം ബോർഡ് സ്ഥാപിച്ച ഇരുമ്പ് പോസ്റ്റിൽ നിന്നാണ് ഇത്തരത്തിൽ വൈദ്യുതി പ്രവഹിച്ച് ഈ മരണത്തിലേക്ക് നയിച്ചതെങ്കിൽ അത് ഗുരുതര സുരക്ഷാ വീഴ്ച തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ആയിരക്കണക്കിന് ഭക്തരാണ് ഇത്തരത്തിൽ ഈ വാട്ടർ കിയോസ്കിൽ നിന്ന് വെള്ളം ഉപയോഗിക്കുന്നത്. നമ്മൾ ഉൾപ്പെടെ മല കയറുന്ന ഘട്ടത്തിൽ ഇത് ഉപയോഗപ്പെടുത്താറുണ്ട്. അത്തരത്തിൽ നിരവധി ആളുകൾ ഉപയോഗിക്കുന്നതിൽ നിന്നാണ് ഈ തെലങ്കാന സ്വദേശിനിക്ക് വൈദ്യുതി ഷോക്കേൽക്കുന്നതാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും ഭാഗത്തുനിന്നുണ്ടാവുന്ന കാര്യത്തിൽ സംശയമില്ല. ഗുരുതര സുരക്ഷാ വീഴ്ച എന്ന് തന്നെ വേണം ഇതിനെ കരുതാൻ. കാരണം മറ്റാരെങ്കിലും കൂട്ടത്തോടെ ആരെങ്കിലും അതിലേക്ക് എത്തിയാൽ പോലും അവർക്കെല്ലാം ഷോക്കാവുന്ന ഒരു സാധ്യത അവിടെയുണ്ട്. എന്തായാലും നിലവിൽ ഇതിൽ നിന്ന് വെള്ളം എടുക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലെ വൈദ്യുതി ബന്ധം ഉൾപ്പെടെ വിച്ഛേദിക്കാനുള്ളൊരു നിർദ്ദേശം പോലീസും നൽകിയിട്ടുണ്ട്. ഇന്ന് ശബരിമല നട അടയ്ക്കുകയാണ്. ഇന്നോടുകൂടി ഈ മാസപൂജകൾക്ക് വേണ്ടി നട ഇന്ന് അടയ്ക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇത്തരത്തിലൊരു മരണം എന്തായാലും സംഭവിച്ചിരിക്കുന്നത്. വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ വേണം. ദേവസ്വം ബോർഡ് ഉൾപ്പെടെ ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
ഓക്കെ, ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ദേവസ്വം ബോർഡ് സജ്ജീകരിച്ച വാട്ടർ കോസ്കിൽ നിന്ന് വൈദ്യുത ഷോക്ക് അടിച്ച ഒരു സ്ത്രീ മരിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത്. ആന്ധ്ര സ്വദേശിയാണ് മരിച്ചത്. ഈ ഭരതമ്മയാണ് ഈ പാവം ഈ യഥാർത്ഥത്തിൽ ഈ ഷോക്കേറ്റ് ഇപ്പോൾ ശബരിമലയിൽ മരണമടഞ്ഞത്. പേരൂർക്കടയിൽ ദളിത് സ്ത്രീക്കെതിരായ മാനസിക പീഡനത്തിൽ പേരൂർക്കട സബ് ഇൻസ്പെക്ടറിന് ഗുരുതര വീഴ്ചയുണ്ടായെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. പരാതി കിട്ടുമ്പോഴെടുക്കേണ്ട പ്രാഥമിക നടപടികൾ SI പ്രസാദ് പാലിച്ചില്ല. പ്രാഥമിക അന്വേഷണം നടത്താതെ നടപടിക്രമം പാലിക്കാതെ ഇരയെ കസ്റ്റഡിയിലെടുക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഒരു ഓഫീസർക്ക് ചെന്ന പ്രവൃത്തിയല്ല പ്രസാദിൻ്റെ ഭാഗത്തുണ്ടായെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പ്രൈം ടൈമിലേക്ക് സ്വാഗതം അജീഷ്. വിവരങ്ങൾ. SKN സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണറിന്റെ അന്വേഷണത്തിലാണ് SG പ്രസാദിനെതിരെ ഗുരുതരമായ പരാമർശങ്ങളുള്ളത്. ഈ കേസിൽ ഈ പരാതിക്കാർ ഒരു പരാതി നൽകിയപ്പോൾ അതിൽ ഒരു പ്രാഥമിക അന്വേഷണം നടത്താതെയാണ് ഇതിൽ പറയുന്ന ബിന്ദുവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്. മാത്രമല്ല, കസ്റ്റഡിയിലെടുക്കുമ്പോൾ ചെയ്യേണ്ട ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് GDയിലടക്കം എൻ്റർ ചെയ്യണം. ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ SG പ്രസാദിന് പ്രിൻസിപ്പൽ SIക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല, അതിനുശേഷം തെളിവെടുപ്പ് അടക്കം നടത്തുമ്പോൾ നടത്തേണ്ട സാമാന്യ നടപടികൾ പോലും പാലിച്ചില്ലെന്നും അതിലടക്കം വീഴ്ച വരുത്തിയെന്നും ഈ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. SG പ്രസാദിന്റെ നടപടി പോലീസിന്റെ ആകെ പ്രതിച്ഛായയ്ക്കും കളങ്കമുണ്ടാക്കി. അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ വലിയ രീതിയിൽ കുറ്റം ചെയ്തു എന്നടക്കമുള്ള പരാമർശങ്ങളാണ് ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ACPയുടെ റിപ്പോർട്ടിലുള്ളത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ സിറ്റി പോലീസ് കമ്മീഷണർ SIയെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. തുടരന്വേഷണത്തിനായി ശംഖുമുഖം ACPക്ക് ചുമതലയും നൽകിയിട്ടുണ്ട്. 15 ദിവസത്തിനകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ അന്വേഷണ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയതിന് ശേഷമായിരിക്കും സിറ്റി പോലീസ് കമ്മീഷണർ മറ്റു ഉദ്യോഗസ്ഥർക്ക് കൂടി പങ്കുണ്ടോ ഈ സംഭവത്തിൽ, ഈ ഇരയെ മാനസികമായി പീഡിപ്പിക്കുന്നതിൽ മറ്റുദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചായിരിക്കും നടപടി സ്വീകരിക്കുക. നിലവിൽ SIക്ക് മാത്രമാണ് വീഴ്ച എന്നുള്ളതാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് പറയുന്നത്. നിലവിൽ പോലീസിന്റെ തലത്തിൽ ഒരു അന്വേഷണം കൂടി നടത്തുന്നുണ്ട്. ആ അന്വേഷണം റിപ്പോർട്ട് കയ്യിൽ കിട്ടിയ ശേഷം മാത്രമേ ഇത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക് സിറ്റി പോലീസ് കമ്മീഷണർ നടക്കുകയുള്ളൂ. ഗുരുതരമായ വീഴ്ച എന്ന് പറയുമ്പോൾ ഈ ഒരു സ്ത്രീയെ രാത്രിയിൽ സംശയത്തിന്റെ പേരിൽ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അത് രാത്രി മുഴുവനും സ്റ്റേഷനിൽ തങ്ങാൻ നിർബന്ധിതമാക്കി. ഏതാണ്ട് 20 മണിക്കൂർ അവരെ ചോദ്യം ചെയ്തു. അത് ഈ ഒരു പരാതി കിട്ടുമ്പോൾ ആ പരാതിക്കാരിയുടെ വീട്ടിൽ പോയി അതിൽ ആസ്പദമായിട്ടുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് പ്രാഥമികമായി പോലും പരിശോധിക്കാതെയാണ് സംശയത്തിന്റെ ഇടയിൽ ഒരു ഇരയെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി തുടങ്ങിയ കണ്ടെത്തലുകളാണുള്ളത്. എന്തായാലും പോലീസിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടന്നു വരികയാണ്. പരാതിക്കാരിയും നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. പല സ്ഥലങ്ങളിലും ഇപ്പോൾ നല്ല മഴയും കാറ്റുമുണ്ട്. കൊല്ലത്തും കണ്ണൂരിലും ഒക്കെ തന്നെ നല്ല മഴ പെയ്യുന്നുവെന്ന് പ്രേക്ഷകർ കമൻറ്റ് ബോക്സിൽ കുറിക്കുന്നു. ഏറെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കുടുംബമാണ് ഈ ബിന്ദുവിൻ്റേത്. സാമ്പത്തിക പരാധീനതകളെക്കാൾ വലിയ മുറിവാണ് പോലീസ് നടപടി മൂലം ഈ കുടുംബത്തിനുണ്ടായത്. അതിക്രൂരമായ അപമാനമാണ് ഇല്ലാത്ത മോഷണത്തിൻ്റെ പേരിൽ പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ 20 മണിക്കൂറിൽ ഈ ബിന്ദു നേരിട്ടത്. നടപടി വേണം, എനിക്ക് നീതി കിട്ടണം, ഞാൻ ചെയ്യാത്ത കുറ്റമാണ്. ഞങ്ങളിവിടെ വന്ന് അധ്വാനിച്ചിട്ട് എൻ്റെ മക്കളെ വളർത്തുന്നത്. ഇതേപോലെ മോട്ടിച്ച് ജീവിക്കുന്ന കാര്യമില്ല നമുക്ക്. ഇക്കഴിഞ്ഞ മാസം 23-നായിരുന്നു സംഭവം. വീട്ടുജോലി കഴിഞ്ഞ് വൈകിട്ട് ബസ് കാത്തു നിന്നപ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ബിന്ദുവിന് ഫോൺ കോൾ എത്തിയത്. ചെയ്ത ജോലിക്ക് കൂലി നൽകാൻ വീട്ടുടമസ്ഥ സ്റ്റേഷനിൽ കാത്തു നിൽക്കുന്നുവെന്നാണ് ബിന്ദുവിനോട് പറഞ്ഞത്. പോലീസ് വിളിച്ചപ്പോൾ മറ്റൊന്നും ആലോചിച്ചതുമില്ല. അവിടെ എത്തിയപ്പോഴാണ് തന്നെ മോഷ്ടാവാക്കിയെന്നറിയുന്നത്. മാല എവിടെയെന്ന് പറഞ്ഞു ചോദിച്ചു. ഞാൻ പറഞ്ഞു, മേഡം ഞാൻ മാല എടുത്തിട്ടില്ല. അവിടുത്തെ തൊഴുത് ഞാൻ പറഞ്ഞു, മേഡം ഞാൻ മാല എടുത്തിട്ടില്ല. പിന്നെ ദേഹപരിശോധനയും പുലർച്ചെ വരെ അസഭ്യവർഷത്തോടെ പോലീസുകാരുടെ ചോദ്യം ചെയ്യലും. വെള്ളം ചോദിച്ചപ്പോൾ ശുചിമുറിയിൽ കയറി കുടിക്കാനായിരുന്നു മറുപടി. പ്രസന്ന എന്ന് പറയുന്ന ഒരു പോലീസാണ് ഭയങ്കരമായിട്ട് എന്നോട് മോശം രീതിയിൽ പെരുമാറിയത്. എൻ്റെ മക്കളെയും കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞു, എൻ്റെ ഭർത്താവിനെയും കേസിൽ കൊടുക്കും. ബിന്ദുവിനെ കാണാനെത്തിയ ഭർത്താവിനെയും മകനെയും പോലീസുകാർ അപമാനിച്ചു. ഭക്ഷണമായിട്ട് ചെന്നപ്പോൾ എൻ്റെ മോനെ ചെന്നത് എന്നെ ദൂരെ നിർത്തിയിരിക്കുകയല്ലേ. എൻ്റെ മോൻ ചെന്ന സമയത്ത് പറഞ്ഞു, നീ അന്ന് ഭക്ഷണം കൊടുക്കണ്ട, നീയൊക്കെ ഭക്ഷണം കൊടുത്ത് ഒരു പ്രതിയെ കിട്ടിയപ്പോൾ ഭക്ഷണം കൊടുത്ത് വിഷം കൊടുത്ത് കൊല്ലാൻ കൊണ്ടുവരണമെന്ന് എൻ്റെ മോനൊക്കെ പറഞ്ഞതാണ്. കാണാതായ സ്വർണ്ണമാല അതേ വീട്ടിൽ നിന്ന് കണ്ടെത്തിയെങ്കിലും അക്കാര്യം സ്റ്റേഷനിലുള്ള ബിന്ദുവിനോട് പോലീസ് പറഞ്ഞില്ല. FIR റദ്ദാക്കിയുമില്ല. 20 മണിക്കൂറിന് ശേഷം ബിന്ദുവിനെ പോലീസ് വിട്ടയച്ചതും അപമാനിച്ചാണ്. തിരിച്ചു വന്നിട്ട് SI വിളിച്ച് തിരിച്ച് പറയുന്നു, നിന്റെ അടുക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന്. അത് വേറൊരു രീതിയിൽ വിളിച്ചിട്ടാണ് പറയണം, നിന്റെ അടുക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഈ കവടിയാർ ഭാഗത്തോ അമ്പലമുക്കിലോ കണ്ടുപോകരുത്, ഈ നാട് വിട്ടേ പൊയ്ക്കൊള്ളണമെന്നാണ് പറഞ്ഞത്. നേരിട്ട ക്രൂരത സഹിക്കവയ്യാതെ മുഖ്യമന്ത്രിക്കും DGPക്കും ബിന്ദു പരാതി നൽകി.
മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പരാതി വായിച്ചു നോക്കിയത് പോലുമില്ലെന്ന് വേദനയോടെ ബിന്ദു പറയുകയാണ്. 24 തിരുവനന്തപുരം. ആശങ്കയേറ്റി മലപ്പുറം കുരിയാട് ദേശീയപാത സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞ് താഴ്ന്നു. അപകടമുണ്ടായി. കല്ലും മണ്ണും താഴേക്ക് പതിച്ചു. ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങളുടെ മുകളിലേക്കാണ് ഈ കല്ലും മണ്ണും പതിച്ചത്. തലനാരിഴയ്ക്ക് യാത്രക്കാർ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി. ദേശീയപാതയിലൂടെ വലിയ വാഹനങ്ങൾ കടന്നുപോകുന്ന ഇപ്പോൾ പോലീസ് താൽക്കാലികമായി തടഞ്ഞിരിക്കുകയാണ്. ഒരു മാസം മുമ്പ് കട്ട പൊട്ടിയിരുന്നു. എന്നിട്ട് അവരെന്താ ചെയ്താരോ, ആളുകൾ കംപ്ലൈൻറ്റ് ചെയ്തു, ന്യൂസിൽ വന്നു, പിന്നെ പല ആളുകളും വ്ളോഗൊക്കെ ചെയ്തു. അപ്പോൾ അവർ ഒരു ചട്ടിയിൽ ഒരു കുമ്മായിട്ട് വന്നുകൊണ്ട് അവർ ആ ഓട്ടം അടക്കുക ചെയ്ത്. തീർച്ചയായിട്ടും അത് അശാസ്ത്രീയ നിർമ്മാണം തന്നെയാണ്, അല്ലാതെ വേറെ ഒരു സംശയമില്ല. ഈ റോഡിന്റെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണ് ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് ഇന്നിവിടെ എത്തിച്ചിട്ടുള്ളത്. വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള കേവലം 2-3 ഓവുചാലുകൾ മാത്രമാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ പ്രദേശം മൊത്തം വെള്ളത്തിൽ ആണ്ടുപോകുന്ന സമയത്ത് ആ വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതിനാൽ വീണ്ടും ഇതിലും വലിയ അപകടങ്ങൾ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതായാലും ഈ ഒരു അവസരത്തിൽ ഒരു ആളഭയമില്ല, ദൈവകൃപയായിട്ട് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അപകട സ്ഥലത്ത് ജില്ലാ കളക്ടർ എത്തണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ വാഹനങ്ങൾ തടഞ്ഞാണ് പ്രതിഷേധിച്ചത്. കുരിയാട് നിന്ന് സമീർ ബിൻ കരീം ചേരുകയാണ്. സമീർ, ശരിക്കും ഈ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ പേടിയാകും. അത്രയും വലിയ അപകടമാണ് നടന്നിരിക്കുന്നത്. വിവരങ്ങൾ എസ്കെനെ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത്. ആളപായമില്ല, ഈ അത്ഭുതകരമായിട്ടാണ് യാത്രക്കാർ രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30 കൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഈ കൂരിയാട് എന്ന് പറയുന്ന ഭാഗത്ത് ദേശീയപാതയുടെ പ്രധാനപ്പെട്ട റോഡ് ഇടിഞ്ഞ് സർവീസ് റോഡിലേക്ക് മണ്ണും കല്ലും എല്ലാം തന്നെ വീഴുകയായിരുന്നു. പിന്നാലെ സർവീസ് റോഡും തകർന്ന് സമീപത്തെ പാടത്തേക്ക് നീങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സമയത്ത് ഈ സർവീസ് റോഡിലൂടെ 3 കാറുകൾ പോകുന്നുണ്ടായിരുന്നു. ഈ കാറുകൾ ഈ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാറിലുണ്ടായിരുന്നവർ ഈ മണ്ണും കല്ലും ഇടിയുന്നത് കണ്ട് ഇറങ്ങി ഓടിയാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. പിന്നീട് 3 കാറുകളും ഇവിടെ നിന്ന് മാറ്റുകയാണ് ഉണ്ടായത്. ഈ അപകടം ഉണ്ടായ സമയത്ത് ഇവിടെ നിർമ്മാണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ഈ നിർമ്മാണ കമ്പനിയുടെ JCBയും ഈ മണ്ണിലടിയിൽ പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നാലെ നാട്ടുകാർ വലിയ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉയർത്തിയിരിക്കുന്നത്. പ്രധാനമായും ഈ അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇത്തരത്തിൽ ഈ അപകടം വിളിച്ചു വരുത്തിയത് എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രധാനമായും അവർ പറയുന്നത് ഈ നേരത്തെ ഈ പാടശേഖരം മണ്ണിട്ട് നിരത്തിയാണ് വളരെ ഉയരത്തിൽ ഈ ദേശീയപാത നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഈ പാടത്ത് ഈ തോടടക്കം ഉണ്ടായിരുന്നു. അവയെല്ലാം തന്നെ അടച്ച് അല്ലെങ്കിൽ പൂർണ്ണമായും തടസ്സമുണ്ടാക്കിക്കൊണ്ടാണ് ഈ പാത നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ പല ഘട്ടങ്ങളിലായിട്ട് ഇവർക്ക് വിള്ളൽ ഉൾപ്പെടെ കണ്ടിരുന്നു. അതൊക്കെ തന്നെ നാട്ടുകാർ ശ്രദ്ധയിൽപ്പെട്ടിരുന്നെങ്കിലും അവർ സിമെന്റ് തേച്ചത് അടച്ചു പോവുക എന്നല്ലാതെ മറ്റുള്ള ഒരു പ്രവൃത്തിയും ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നാട്ടുകാർ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കളക്ടർ സംഭവ സ്ഥലത്ത് ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. പിന്നീട് ഗതാഗത തടസ്സം ഉണ്ടാവുകയും ഈ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. പിന്നാലെ പോലീസും ഇടപെട്ട് വാഹനങ്ങൾ വഴിതിരിച്ചു വിട്ടാണ് ഈ സ്ഥിതിഗതികൾ ഒക്കെ തന്നെ അല്ലെങ്കിൽ ഈ ഗതാഗത തടസ്സം നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നാലെ ഈ തഹസീൽദാർ സംഭവ സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തി. നാളെ കളക്ടർ സ്ഥലം സന്ദർശിക്കുമെന്ന് ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ സമരം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കുന്നത് ഈ ഭാഗത്ത് മണ്ണ് നീങ്ങി ഉണ്ടായ അപകടമാണെന്നും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നുള്ളതുമാണ് നിലവിൽ വ്യക്തമാക്കുന്നത്. ഓക്കെ, നമ്മുടെ സംസ്ഥാനത്തെ ധനമന്ത്രി KN ബാലഗോപാൽ ഉള്ളിൽ തട്ടുന്നൊരു കാര്യം തുറന്നങ്ങ് പറഞ്ഞു. മനുഷ്യൻ ഇത്രയും ആക്രാന്തമാകാമോ എന്ന രീതിയിൽ തന്നെയായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. PSC പെൻഷൻ വർധനയിൽ ധനമന്ത്രി KN ബാലഗോപാലാണ് 24നോട് ഈ കാര്യം തുറന്നു പറഞ്ഞത്. കോടതി വിധിയിൽ അപ്പീൽ പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. PSC പെൻഷൻ വർദ്ധിപ്പിച്ച് ഉത്തരവിറക്കേണ്ടി വന്നത് അതുകൊണ്ട് മാത്രമാണ്. അത്യാഗ്രഹത്തോടെ കോടതിയിൽ പോകുന്നത് ശരിയല്ല. ഉയർന്ന നിലയിൽ പണം കിട്ടുന്ന ആളുകളാണ് വീണ്ടും കോടതിയിൽ പോയതെന്നും KN ബാലഗോപാൽ പറഞ്ഞു. ഈ PSCയുടെ സർവീസും കൂടി അയാളുടെ സർവീസായിട്ട് കൂട്ടിച്ചേർക്കണമെന്നുള്ള ഒരു കാര്യം വന്ന് ഞങ്ങൾ തീരുമാനിച്ചാണോ? ഞങ്ങൾ കോടതിയിൽ പോയിട്ട് ഒബ്ജക്റ്റ് ചെയ്തു. കോടതിയിൽ നിന്ന് വിധി വന്നു. അങ്ങനെയാണ് കൊടുത്തത്. നമ്മളൊന്നും ഇത് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം പറയാമല്ലോ. ഇങ്ങനെ വ്യക്തിപരമായി ഈ കേസിന് പോകുന്ന ആളുകളും ഒരു ലെവലിനപ്പുറം പണം കിട്ടുന്നവരും പിന്നെയും അതിൻ്റെ പിന്നാലെ അങ്ങനെ പോയി ഗ്രീഡിയായിട്ട് പോകുന്നത് ശരിയല്ലെന്ന് എൻ്റെ അഭിപ്രായം. ഇതെൻ്റെ അഭിപ്രായം. എവിടെ പറഞ്ഞാലും വിവാദം ഉണ്ടെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ അഭിപ്രായം പറയുകയാണ്. അത്രയും കിട്ടുന്ന ആൾ പിന്നെ കോടതിയിൽ പോയിട്ട് വീണ്ടും മേടിക്കാൻ നിൽക്കുകയാണ്. അതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ കോടതിയിൽ നിന്ന് ഒരു കാര്യം വന്ന് ഇതിനകത്തിന് അപ്പീലിനും സ്കോപ്പില്ല. ഗവൺമെൻറ് കണ്ടംപ്റ്റിന് പിന്നെ വിധേയമാണെന്ന് വരുമ്പം കൊടുക്കുന്നതും മറ്റും തമ്മിൽ ഒരുപോലല്ല. പെൻഷൻ വർദ്ധിപ്പിച്ച വാർത്ത 24 ആണ് പുറത്തുവിട്ടത്.
24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. കോടതി വിധി കൊണ്ടാണ് ഇങ്ങനെ പെൻഷൻ വർദ്ധിപ്പിക്കേണ്ടി വന്നത്. വലിയൊരു തുകയാണ് വർദ്ധിപ്പിച്ചു കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കെ എൻ ബാലഗോപാലിന് മന്ത്രി എന്ന നിലയിൽ അതിനോട് വ്യക്തിപരമായി യോജിപ്പില്ല. പക്ഷേ അപ്പീൽ പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്ന് പറയുന്നു. എന്ത് സാഹചര്യത്തെക്കുറിച്ചാണ് മന്ത്രി പറയുന്നത്? ഗുഡ് ഈവനിങ് എസ് കെ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വാർത്ത 24 ആണ്. ആ ഉത്തരവ് 24 ആണ് പുറത്തുവിട്ടത്. ഒരു മന്ത്രിസഭാ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇത്തരത്തിൽ സർക്കാർ ജീവനക്കാരായ ശേഷം PSC അംഗങ്ങളാവുന്നവർക്ക് പെൻഷനായി കഴിഞ്ഞാൽ സർക്കാർ പെൻഷനും PSC പെൻഷനും നൽകാം എന്നുള്ള ഉത്തരവായിരുന്നു സർക്കാർ ഇറക്കിയത്. പക്ഷേ ഇതിൽ കോടതി ഉത്തരവ്, അതായത് ഈ 3 മുൻ PSC അംഗങ്ങൾ, അതായത് ഒന്ന് P ജമീല, ഒരു ഡോക്ടർ ഗ്രീഷ്മ മാത്യു, ഡോക്ടർ K ഉഷ എന്നിവരാണ് തങ്ങൾക്ക് പെൻഷൻ, സർക്കാർ പെൻഷനും PSC പെൻഷനും സർക്കാർ സർവീസ് കൂടി കണക്കാക്കി പെൻഷൻ അനുവദിക്കണം എന്നുള്ള ആവശ്യവുമായി കോടതിയെ സമീപിക്കുന്നത്. ആദ്യം സർക്കാരിനെയാണ് ഇവർ സമീപിക്കുന്നത്. ഇവർ മുന്നോട്ട് വെച്ച ആവശ്യം എന്ന് പറയുന്നത് തങ്ങൾക്ക്, കാരണം ഇവർ മുൻകാലങ്ങളിൽ PSC അംഗമായി വിരമിക്കുന്ന ഘട്ടത്തിൽ ഇവർക്ക് ഏതെങ്കിലും ഒരു പെൻഷൻ മാത്രമേ യോഗ്യതയുണ്ടായിരുന്നുള്ളൂ. അത് സർവീസ് പെൻഷൻ വേണമെങ്കിൽ സർവീസ് പെൻഷൻ എടുക്കാം, അല്ലെങ്കിൽ PSC 6 വർഷം ഇരുന്ന ശേഷമുള്ള പെൻഷൻ എടുക്കാം. എന്നാൽ മുൻപ് PSC അംഗങ്ങളായി വിരമിക്കുന്നവർക്കുള്ള പെൻഷൻ കുറവായിരുന്നു. പ്രത്യേകിച്ച് ഒരു 20 മുതൽ 30 വർഷം വരെ ഒരു ഉയർന്ന പോസ്റ്റിൽ ജോലി ചെയ്ത ശേഷം റിട്ടയർ ആവുന്നവർക്ക് ലഭിക്കുന്ന പെൻഷനേക്കാൾ കുറവായിരുന്നു PSC അംഗമായി വിരമിക്കുന്നവർക്കുള്ള പെൻഷൻ. എന്നാൽ അത് കാലാനുസരണം ഈ PSC അംഗങ്ങൾക്കുള്ള ശമ്പളം വർദ്ധിപ്പിച്ചു, സ്വാഭാവികമായി അതിൻ്റെ പെൻഷനും വർദ്ധിച്ചു. ഈ സാഹചര്യത്തിലാണ് തങ്ങൾ നേരത്തെ തിരഞ്ഞെടുത്ത സർവീസ് പെൻഷൻ, അതായത് സർക്കാർ ജീവനക്കാരായി ഇരുന്നപ്പോൾ തങ്ങൾ തിരഞ്ഞെടുത്ത ഈ സർവീസ് പെൻഷൻ ഒഴിവാക്കി പകരം PSC ജീവനക്കാർക്ക് കൊടുക്കുന്ന പെൻഷൻ വേണമെന്ന ആവശ്യവുമായി സർക്കാരിനെ സമീപിക്കുന്നത്. എന്നാൽ ആദ്യം ഈ അപേക്ഷ ധനവകുപ്പ് തള്ളുകയാണുണ്ടായത്. അതിനുശേഷമാണ് ഈ 3 അംഗങ്ങളും കോടതിയിൽ പോകുന്നത്. കോടതിയിൽ പോയതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഇത്തരത്തിൽ ഇവരുടെ അപേക്ഷ പരിഗണിക്കാമെന്നുള്ള നിർദ്ദേശം സർക്കാരിന് നൽകുകയും മുൻപ് സമാനമായി ഒരു ഉദ്യോഗസ്ഥൻ, സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന ഒരാൾ PSC അംഗമായി വിരമിക്കുകയും അദ്ദേഹത്തിന് സർക്കാർ സർവീസ് കൂടി കണക്കാക്കി PSC പെൻഷൻ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി കോടതി ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ കോടതിയുടെ ഈ ഓർമ്മിപ്പിക്കൽ കണക്കിലെടുത്ത് സർക്കാർ ഇത്തരത്തിൽ സർക്കാർ ജീവനക്കാരായി സർവീസിലെടുത്ത ശേഷം പിന്നീട് PSC മെമ്പർ ആവുന്നവർക്ക് സർക്കാർ സർവീസും അതിനുശേഷമുള്ള PSC സർവീസും കൂടി കണക്കാക്കി ഒന്നിച്ച് പെൻഷൻ നൽകാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. സത്യത്തിൽ ഈ ഒരു 3 അംഗങ്ങൾ മാത്രമാണ് കോടതിയിൽ പോയത്. എന്തായാലും അതിനിശ്ചിതമായി ഈ കോടതിയിൽ പോയ അംഗങ്ങളെ കെ എൻ ബാലഗോപാൽ വിമർശിക്കുകയാണ്. കാരണം ഈ രീതിയിൽ ഒരു പൊളിറ്റിക്കൽ പോസ്റ്റാണ് എപ്പോഴും PSC അംഗം. സ്വാഭാവികമായി കോടതിയിൽ പോയ 3 പേരും ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കുന്നവരാണ്. ഇടതുപക്ഷ അംഗങ്ങളായി PSC അംഗങ്ങളായി വന്നവരാണ്. ഒരാൾ തന്നെ CPM-ന്റെ മുതിർന്ന നേതാവിൻ്റെ മകൾ കൂടിയാണ്. എന്നിട്ട് ഇത്തരത്തിൽ അത്യാഗ്രഹത്തോടു കൂടി കോടതിയിൽ പോയി ഈ പെൻഷനെല്ലാം വാങ്ങുക, ഒപ്പം വലിയ ശമ്പളം കൈപ്പറ്റിയവരാണ്. ഇവർക്ക് വീണ്ടും ആർത്തിയോടുകൂടി ഈ തുക വേണമെന്ന് ആവശ്യപ്പെടുക ആ രീതിയൊന്നും ശരിയല്ല. എന്തായാലും കോടതി നിർദ്ദേശം തങ്ങൾ അനുകരിക്കുക മാത്രമാണ് ഉണ്ടായതെന്നാണ് ധനമന്ത്രി 24-നോട് പറഞ്ഞത്. SKN. ഓക്കെ. ആലുവയിൽ ഗുണ്ടയുടെ ബർത്ത്ഡേ ആഘോഷത്തിന് ബാർ ഹോട്ടൽ ബുക്ക് ചെയ്തു. പോലീസ് എത്തിയതോടെ ആഘോഷത്തിനെത്തിയ 30 അംഗ സംഘം തിരികെ പോയി. ഗുണ്ട മോസ്കോ മനാബിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയാണ് ബാർ ഹോട്ടൽ ബുക്ക് ചെയ്തത് എന്നാണ് അറിയുന്നത്. 24 എക്സ്ക്ലൂസീവായി ശ്യാംകുമാർ വീണ്ടും തുടരുന്നു. ശ്യാം, യഥാർത്ഥത്തിൽ ഇത്തരം പാർട്ടികൾ ഇപ്പോൾ കൊച്ചി നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും അത്ര അപൂർവ വാർത്തയല്ലല്ലോ. SKN, കൊച്ചി സിറ്റിയിൽ പോലീസിന്റെ പരിശോധന ഗുണ്ടകൾക്കെതിരായിട്ടൊക്കെ കർശനമാക്കിയതോടെ ഗുണ്ടകൾ റൂറൽ മേഖലയെ കേന്ദ്രീകരിക്കുകയാണ്. പ്രത്യേകിച്ച് പെരിയാറിന്റെ തീരത്തുള്ള പ്രദേശങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം. അത്തരത്തിലൊരു ബാർ ഹോട്ടലാണ് ഇന്ന് മോസ്കോ മനാഫ് എന്ന പേരുള്ള ഒരു ഗുണ്ടയുടെ ബർത്ത്ഡേ ആഘോഷത്തിന് വേണ്ടി ബാർ ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നത്. അവിടെ 30ഓളം ഗുണ്ടകൾ, അത് സമീപ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ പോലും അവിടെ എത്തുന്നു. അവിടെ മദ്യസൽക്കാരം ഉൾപ്പെടെ നടക്കാൻ പോകുന്നു എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അവിടെ പ്രാഥമിക അന്വേഷണം നടത്തി ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടെന്ന് ഉറപ്പിച്ചു. ഇതോടുകൂടി സായുധ പോലീസ് ഉൾപ്പെടെ അവിടേക്ക് എത്തി. ഈ വിവരം അറിഞ്ഞതോടെയാണ് അങ്ങോട്ട് എത്തിക്കൊണ്ടിരുന്ന ഗുണ്ടകൾ പല വഴിയോ തിരിഞ്ഞു പോയത്. അവിടെ വരുന്നവരെ പിടികൂടാൻ തന്നെയായിരുന്നു പോലീസിന്റെ തീരുമാനം. ഏതായാലും വലിയൊരു ഗുണ്ട ബർത്ത്ഡേ പാർട്ടിയാണ് പോലീസിന്റെ ഇടപെടൽ കൊണ്ട് ഇന്ന് ഒഴിഞ്ഞു പോയത്. ഓക്കെ, താങ്ക് യു ശ്യാംകുമാർ. മലപ്പുറം തിരൂർ ആദവനാട് തെരുവുനായ ആക്രമണം ഉണ്ടായി. കുറുമ്പത്തൂരിലും കാട്ടിലങ്ങാടിയിലുമാണ് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. 4 വിദ്യാർത്ഥികൾക്കടക്കം 6 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. ഇന്നലെയും 2 പേർക്ക് കടിയേറ്റിരുന്നു. സമീർ ബിൻ കരീം ചേരുന്നു മലപ്പുറം നിന്ന്. ആദ്യം നമുക്ക് ആ ദൃശ്യം ഒന്ന് കാണാം. സമീർ, ഈ തെരുവുനായ ആക്രമണം ഇപ്പോൾ കാര്യമായി കേരളത്തിലെ പല സ്ഥലത്തും ഉണ്ട്. പറയൂ, എന്താണ് കൂടുതൽ വിവരങ്ങൾ?
SKN മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്ത് ആദവനാട് മേഖലയിലാണ് ഈ തെരുവ് നായ ആക്രമണം ഇന്ന് ഉണ്ടായിരിക്കുന്നത്. കുറുമ്പത്തൂരിലും കാട്ടിലങ്ങാടിയിലുമായി തെരുവ് നായ ഇന്ന് 6ഓളം പേരെയാണ് കടിച്ചിരിക്കുന്നത്. മദ്രസ വിട്ടു വരികയായിരുന്ന 2 വിദ്യാർത്ഥികൾക്ക് നേരെ തെരുവ് നായ ചാടിയെടുത്ത് കടിക്കുകയായിരുന്നു. പിന്നാലെ മറ്റുള്ളവർ ചേർന്ന് ഇവരെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. അതിനു പുറമെ മറ്റുള്ള 4 പേർക്കും 2 സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള 4 പേർക്കും തെരുവ് നായ ആക്രമണം ഇന്ന് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ 2 പേർ തിരൂർ ജില്ലാ ആശുപത്രിയിലും മറ്റുള്ളവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടിയിരിക്കുകയാണ്. ഇന്നലെയും പ്രദേശത്ത് 2 പേരെ ഈ തെരുവ് നായ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവർ തിരൂർ ജില്ലാ ആശുപത്രിയിലും ചികിത്സ തേടിയിരിക്കുകയാണ്. പ്രദേശത്ത് ഈ തെരുവ് നായ ആക്രമണം രൂക്ഷമാണ് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇന്നലെ കടിച്ച അതേ നായ തന്നെയാണോ ഇന്നും അക്രമം നടത്തിയത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരും ശക്തമായ നടപടി വേണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നമായി സ്മാർട്ട് ഫോൺസ് മാറുന്നു. പരമ്പരാഗത ഉൽപ്പന്നങ്ങളെ മറികടന്നാണ് ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 3 കൊല്ലത്തിനിടെ ഈ മേഖലയിൽ വൻ വളർച്ച കൈവരിച്ചു. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ഡയമണ്ട് തുടങ്ങിയ പരമ്പരാഗത ഉൽപ്പന്നങ്ങളെ മറികടന്നാണ് കയറ്റുമതിയിൽ സ്മാർട്ട് ഫോണുകൾ ഒന്നാമതെത്തിയത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള സ്മാർട്ട് ഫോൺ കയറ്റുമതി 5 മടങ്ങാണ് വർദ്ധിച്ചത്. ഈ കാലയളവിൽ ജപ്പാനിലേക്കുള്ള കയറ്റുമതി 4 ഇരട്ടിയായി. 2022-23 അമേരിക്കയിലേക്കുള്ള സ്മാർട്ട് ഫോൺ കയറ്റുമതി $2.16 ബില്യൺ, 2023-24 $5.57 ബില്യൺ ആയിരുന്നു. 2024-25 അമേരിക്കയിലേക്കുള്ള സ്മാർട്ട് ഫോൺ കയറ്റുമതി മാത്രം $10.6 ബില്യൺ എത്തുമെന്നാണ് പ്രതീക്ഷ. ജപ്പാനിലേക്കുള്ള കയറ്റുമതി 2024-25 $520 മില്യൺ ആയി. കഴിഞ്ഞ സാമ്പത്തിക വർഷം സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ ഏറ്റവും ഉയർന്ന വളർച്ച രേഖപ്പെടുത്തിയ 5 രാജ്യങ്ങൾ അമേരിക്ക, നെതർലൻഡ്സ്, ഇറ്റലി, ജപ്പാൻ, ചെക്ക് റിപ്പബ്ലിക് എന്നിവയാണ്. ആഗോള ഉൽപാദക കേന്ദ്രമായി ഇന്ത്യ മാറുന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. കേന്ദ്ര സർക്കാർ പദ്ധതിയായ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവിലൂടെയാണ് ഈ വളർച്ച കൈവരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് 24. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ശൃംഖലയിലെ മുഖ്യപ്രതി കോഴിക്കോട് പിടിയിലായി. മംഗലാപുരം സ്വദേശി ഇമ്രാൻ എന്ന് വിളിക്കുന്ന അംജദ് ഇത്തിയാസിനെയാണ് കുന്ദമംഗലം പോലീസ് കർണാടകയിൽ നിന്ന് പിടികൂടിയത്. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി കോഴിക്കോട് നിന്ന് ഷഗത് റഹ്മാൻ ചേരുകയാണ്. പ്രൈം ടൈമിൽ ഷഗത്, കൂടുതൽ വിവരങ്ങൾ. SKN കുന്നമംഗലം പോലീസ് കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് ഈ ലഹരി വേട്ടയിൽ വളരെ സജീവമായിട്ട് ഇടപെടുകയും ഇത്തരത്തിൽ കൂടുതൽ കേസുകൾ പിടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതിലാണ് കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ഒരു സംഘത്തെ ആദ്യഘട്ടത്തിൽ ഈ കുന്നമംഗലം പോലീസ് പിടികൂടുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ കൂടുതൽ ആളുകൾ ഇതിൽ വലയിലാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻപ് ടാൻസാനിയ, അതുപോലെ തന്നെ നൈജീരിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളെ പിടികൂടിയിട്ടുണ്ടായിരുന്നു. ആദ്യം 2 പ്രണയിതാക്കളെയാണ് ഇതിൽ പിടികൂടിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് വേറൊരാളെയും കൂടി, അതായത് നൈജീരിയയിൽ നിന്ന് മറ്റൊരാളെ കൂടി ഇതിൽ പിടികൂടിയിട്ടുണ്ടായിരുന്നു. അവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇപ്പോൾ വേറൊരാൾ കൂടി, അതായത് ഈ കേസിന്റെ മുഖ്യ കണ്ണിയെ ഇപ്പോൾ പിടികൂടാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കർണാടകയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയിട്ടുള്ളത്. മംഗലാപുരം സ്വദേശിയായിട്ടുള്ള ഇമ്രാൻ എന്ന് വിളിക്കുന്ന അംജദ് ഇത്തിയാസിനെയാണ് പിടികൂടിയിട്ടുള്ളത്. കുന്നമംഗലം പോലീസ് ഇപ്പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ തന്നെ, അതായത് ടാൻസാനിയ, അതുപോലെ തന്നെ നൈജീരിയ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോവുകയും അവിടെ എത്തി അന്വേഷണം നടത്തി അവരെ പിടികൂടുകയുമായിരുന്നു. സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഈ കേസ് കർണാടകയിലേക്കും വ്യാപിപ്പിച്ച് ഇതിന്റെ മുഖ്യ കണ്ണിയെ പിടികൂടിയിട്ടുള്ളത്. എന്തായാലും ഈ പ്രതിയെ നാളെ ഇവിടെ എത്തിക്കും, കോഴിക്കോട് എത്തിക്കും. പ്രൈം ടൈമിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുന്നു എന്ന വാർത്ത. മഴവെള്ളപ്പാച്ചിൽ മുക്കം ഹൈസ്കൂൾ ഗ്രൗണ്ടിലേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷ റോഡിൽ കുടുങ്ങി. കോഴിക്കോട് നിന്ന് ഷഗത് റഹ്മാൻ വിവരങ്ങൾ നൽകുന്നു. ഷഗത്, വലിയ മഴയാണെന്ന് തോന്നുന്നല്ലോ അവിടെ പെയ്യുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അനുസരിച്ച് ഇന്നും അതുപോലെ തന്നെ നാളെയും ശക്തമായിട്ടുള്ള മഴയുണ്ടാകും എന്നുള്ളതാണ് അറിയിപ്പ്. പ്രത്യേകിച്ച് ഓറഞ്ച് അലേർട്ടാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് ഉച്ച മുതൽ തന്നെ കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലകളിൽ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മുക്കം, അതുപോലെ തന്നെ ബാലുശ്ശേരി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ. ഈ മുക്കത്ത് ചെറിയ മഴ പെയ്തപ്പോൾ തന്നെ വൈകിട്ട് വലിയ രീതിയിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന ദൃശ്യം അത് വൈകിട്ടുണ്ടായതാണ്. അതായത് റോഡിലാണ് പിന്നീട്
റഹ്മാനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അപ്രതീക്ഷിതമായി പെയ്യുന്ന മഴ കേരളത്തിന്റെ പല ജില്ലകളിലും ഇപ്പോൾ കാറ്റോടെ തകർത്ത് പെയ്യുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്കൊരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഗുഡ് നൈറ്റ്.